ഒരു മനുഷ്യൻ നരകത്തിലെത്തിയാൽ ആദ്യം കൊടുക്കുന്ന വെള്ളം തന്നെ എന്താ? മുഖത്തോട് ആ വെള്ളം അടുപ്പിച്ചാൽ മുഖം കത്തിക്കരിഞ്ഞു പോകും. വെള്ളം കുടിച്ചാലല്ല മനുഷ്യന്മാരെ, വെള്ളം മുഖത്തോട് അടുപ്പിച്ചാൽ മുഖം കത്തിക്കരിഞ്ഞു പോകും. ഒരു തുള്ളി കുടിച്ചാലോ വയറ്റിലുള്ള ആന്തരിക അവയവങ്ങൾ മുഴുവനും കത്തി പിന്ദ്വാരത്തിലൂടെ ഒലിച്ചു പോകും. പിന്നെ അയാളുടെ വയറ് ഉള്ളു പൊള്ളയായിരിക്കും. ഒരു തുള്ളി കുടിച്ചിട്ട് മതി എന്ന് പറയാൻ പറ്റോ? ഇല്ല. ദാഹിച്ചവശനായ ഒട്ടകം 100 കണക്കിന് ലിറ്റർ കുടിക്കുന്ന പോലെ കുടിക്കും. അയാളെ അങ്ങ് മലക്കൾ പിടിച്ചു കുടിപ്പിക്കും. ഇനി അയാൾക്ക് ഈ ദാഹം മാറിക്കഴിഞ്ഞാൽ, അയാളുടെ മുഖം പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊടുക്കുന്ന ശിക്ഷ വിശപ്പാണ്. വിശന്നാൽ എന്താ കൊടുക്കല്? മുള്ളു ഭക്ഷണം, ആണി ഭക്ഷണം കൊടുക്കും. ഈ മുള്ളു ഒരു കഷ്ണം കടിച്ചിട്ട് എനിക്ക് മതി എന്ന് പറയാൻ പറ്റോ? ഇല്ല ഇല്ല. ഇതൊരു കഷ്ണം കടിച്ചാൽ ഇറങ്ങുമോ? ഇല്ല. ഇത് തൊണ്ടയിലങ്ങ് കുടുങ്ങും. ഇതങ്ങ് തൊണ്ടയിൽ കുടുങ്ങി താഴോട്ടില്ല മേലോട്ടില്ല. ഇരുമ്പിന്റെ ആണികൾ അവിടെ തറച്ചുപോയാൽ ഇതൊരു കഷ്ണം തിന്നിട്ട് എനിക്ക് മതി എന്നൊന്നും പറയാൻ പറ്റൂല. പള്ള നിറച്ച് തിന്നോളണം. ചാക്ക് കണക്കിന് ഇട്ടുകൊടുക്കും. അത് ഒറ്റയടിക്ക് അയാള് തിന്നും. എനിക്കൊക്കെ പണ്ട് തഫ്സീർ ജലാലൈനി ഓതുമ്പോൾ ഒരു സംശയം സൂറത്തുൽ വാഖി ഓതുമ്പോൾ ഉണ്ടായിരുന്നു. എങ്ങനെ ഈ ആണി ഒരാൾ ഒരു ചാക്ക് നിറയെ തിന്നൽ? അതിന് ഇമാമിങ്ങൾ തഫ്സീറിൽ എഴുതി വെച്ചു. ഇമാം ഖതീബ് ഷിർബീനി അടക്കം എഴുതി വെച്ചു. മലക്കൾ പിടിച്ച് അവനെ തീറ്റിപ്പിക്കുന്നു. വിശപ്പ് മാറിയാൽ പിന്നെ ദാഹം, ദാഹം മാറിയാൽ പിന്നെ വിശപ്പ്. ഇതൊക്കെ സൂറത്തുൽ വാഖിയിലുള്ളതല്ലേ, നമുക്കറിയുന്ന ആയത്തുകളല്ലേ. ഇതിന്റെ അർത്ഥം ഉസ്താദുമാര് ഇങ്ങനെ തന്നെ പറയുകയുള്ളൂ. അതല്ലേ സൂറത്തുർ റഹ്മാൻ പറഞ്ഞത്, യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ. അങ്ങോട്ട് തിന്നാൻ പോകും, തിന്നിട്ട് ഇങ്ങോട്ടേക്ക് കുടിക്കാൻ വരും. യതൂഫൂൻ, അവരിങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഇത് പറഞ്ഞിട്ട് ഖുർആൻ എന്താ പറഞ്ഞത്? ഹാദാ നുസുലുൻ, ഹാദാ നുസുലുൻ. ഇത് ജസ്റ്റ് ഒരു അതിരി വന്നാൽ ജസ്റ്റ് ഒരു ലൈം ജ്യൂസോ അല്ലെങ്കിൽ സിട്രസ് ജ്യൂസോ അല്ലെങ്കിൽ ചിക്കു ഷെയ്ക്കോ ഒക്കെ കൊടുക്കുമല്ലോ, വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. അത്രേ ആയിട്ടുള്ളൂ. നൂൽപുട്ട്, പൊറോട്ട, പത്തലും ചപ്പാത്തിയും ബിരിയാണിയൊക്കെ വരുന്നുണ്ട്. നരകക്കാരെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളതാണെന്ന് മഹ്ശറിലെത്തിയിട്ടല്ല നോട്ടീസ് അടിക്കുന്നത്. മദ്രസ പഠിക്കുന്ന കാലം മുതൽ നമ്മൾ ഇത് കേൾക്കുന്നില്ലേ? ഇതെന്തിനാ അല്ലാഹ് നമ്മളോട് പറയണത്? നരകത്തിലേക്ക് ഒരാളെ ഇടാനും അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. പിന്നെന്തിനാണ് ഇത് പറയണത്? തെറ്റൊക്കെ നിർത്തിയിട്ട് വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, എൻ്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് വെച്ച സ്വർഗ്ഗത്തിലേക്ക് വരണം. അതിനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിളിച്ചത്. ദഅ ഇലല്ലാഹി ഫൽ മുസ്തംസികൂന ബിഹി മുസ്തംസികൂന ബിഹബ്ലിൻ ഗൈരി മുൻഫസിമി. നിങ്ങൾ അല്ലാഹ് പറഞ്ഞതിലേക്ക് നടക്കണമെന്നല്ലേ റസൂലുള്ളാഹ് വിളിച്ചത്. എന്നിട്ട് എത്ര ആള് പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോൾ മരങ്ങൾ വന്നില്ലേ? ജാഅത് ലിദഅവതിഹി, അവിടുന്ന് വിളിച്ചപ്പോൾ മരങ്ങൾ വന്നു. നമ്മൾ എത്ര കാലമായി വിളിക്കാൻ തുടങ്ങി? എത്ര കാലമായി നമ്മളെ വിളിക്കുന്നു? ഒന്ന് നന്നാവൂ. റൗളയിൽ നിന്ന് വിളിയാളം ആത്മീയ പ്രഭയുള്ളവർക്ക് കേൾക്കാൻ പറ്റും. അതല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് ഒരു ദിവസം റമദാനിൽ ഭാര്യയെ പകലിൽ ചുംബിച്ചു പോയതിന്റെ പേരിൽ രാത്രി സ്വപ്നത്തിൽ വന്നിട്ട് തങ്ങൾ തിരുത്തി കൊടുക്കുന്നു. അടുപ്പമുള്ളവർക്കല്ലേ റസൂലുള്ളാഹിന്റെ തർബിയത്ത് കിട്ടുന്നത്. നമുക്ക് സ്വലാത്തുണ്ടോ?
തർബിയത്ത് ഉറപ്പാണ്. ചെറുപ്പക്കാരെ, ബൈക്ക് എടുത്തു പോകുമ്പോ കൗണ്ടർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, നിന്റെ ചുണ്ടിൽ ഓരോ ഡ്രൈവിങ്ങിന്റെ നേരത്തും സ്വലാത്താണ് മധുരമെങ്കിൽ, നിന്റെ ആദരങ്ങൾ സ്വലാത്തിന്റെ മധുവാണെങ്കിൽ, മുന്നിലൂടെ പോകുന്ന ഒരു പെണ്ണിനെയും നോക്കാൻ നിന്റെ കണ്ണ് സമ്മതിക്കൂല. റൗളയിൽ നിന്നൊരു ബ്ലോക്ക് വരും. അതാണ് തർബിയത്ത്. അതാണ് മുറബിയായ ശൈഖിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന അമലായ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത്. അങ്ങനെ നമുക്ക് വേണം. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും സ്വർഗത്തിൽ നിന്ന് അകലുകയാണ്, നരകത്തിലേക്ക് അടുക്കുന്നു. അഞ്ചാമത്തത് അന്നഹു ആദാ അഹബ്ബൽ അശ്യാഇ ഇലൈഹി വഹിയ നഫ്സുഹു. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ ശരീരമല്ലേ, അതുകൊണ്ടല്ലേ നീ കൃത്യം ഉറങ്ങണത്, തിന്നുന്നത്, വസ്ത്രം ധരിക്കുന്നത്, താടി ശരിയാക്കുന്നത്, സ്കാർഫ് ചുറ്റുന്നത്, അടിപൊളി വസ്ത്രങ്ങളും ധരിച്ച് കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? നിന്റെ ശരീരത്തിനോട് നിനക്ക് അത്രയും കടപ്പാടുണ്ട്, നിന്റെ ശരീരത്തിനെ ഇഷ്ടമാണ്. ആ ശരീരത്തിനല്ലേ നീ വേദനിപ്പിക്കുന്നത്? ഈ ശരീരല്ലേ പോയിട്ട് നരകത്തിൽ കിടക്കേണ്ടത്? ഈ ശരീരത്തിനെ ആസ്വദിപ്പിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ്, എന്തൊരു മണ്ടത്തരാണ് ചെയ്യണത്. ഈ ശരീരം മോശാവല്ലേ ചെയ്യണത്? ആറാമത്തത് അന്നഹു നജ്ജസ നഫ്സഹു വഖദ് കാന ത്വാഹിറ. എത്ര ശുദ്ധിയുള്ള ശരീരമായിരുന്നു നിന്റെ ശരീരം, അതല്ലേ നീ നജസാക്കി മാറ്റിയത്. ഒരു തെറ്റ് ചെയ്തിട്ട് അപകടത്തിൽപ്പെട്ട ഒരു കുട്ടി 2 പേജ് എഴുതി തന്ന ഒരു എഴുത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കുട്ടി അതിൽ പറയണത്, അബദ്ധത്തിൽ പെട്ടുപോയി, ഫോണിന്റെ തെറ്റിൽ പെട്ടുപോയി, ആ പഴയ 1ാം ക്ലാസ് 2ാം ക്ലാസ് കാലത്തേക്ക് തിരിച്ചുപോയെങ്കിൽ എന്ന്. അപ്പോഴാണ് എനിക്കും അങ്ങനത്തെ ഒരു ചിന്ത വന്നത്. ആ മദ്രസയിലെ കുട്ടി എഴുതിയപ്പോ ആ കുട്ടി അങ്ങനെ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ നമ്മൾ എത്ര ശുദ്ധിയുള്ള പ്രകൃതിയായിരുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എത്ര നല്ല ശുദ്ധിയായിരുന്നു നമ്മളെല്ലാവരും. നമ്മളെ മക്കളും ചെറിയ കുഞ്ഞു മക്കള് എത്ര ശുദ്ധിയുള്ളവരാണ്. അതുപോലെ ഒരു കാലം നമുക്ക് അന്ന് തന്നിട്ടില്ലേ? ഇതിനല്ലേ നമ്മൾ നജസാക്കി കൊണ്ടിരിക്കുന്നത്. ഏഴാമത്തത് അന്നഹു ഖദ അൽ ഹഫള. നന്മ തിന്മ എഴുതുന്ന മലക്കുകളെ നീ ബുദ്ധിമുട്ടിക്കുകയാണ്. നമ്മളൊരു ഹറാമ് ചെയ്യുമ്പോൾ അതിന് ദുർഗന്ധം ഉണ്ടാവും. തെറ്റിന് ദുർഗന്ധം ഉണ്ടാവും, നന്മക്ക് സുഗന്ധവും ഉണ്ടാവും. ഏറ്റവും നല്ല ഗന്ധം അഥവാ സുഗന്ധം, പരിമളം പരത്തുന്ന ഒരു ഇബാദത്താണ് സ്വലാത്ത്. സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുത്താൽ അതിന്റെ മണം ഇങ്ങനെ മേലേക്ക് പോയി 7 ആകാശത്തെ മലക്കുകളും ചോദിക്കും, അത്രേ ഇതെവിടുന്നാണ് ഈ പരിമളം? എന്നിട്ട് ആ മലക്കളൊക്കെ അത് വയർക്കും. സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുത്താൽ അങ്ങനെ ഒരു പവറുണ്ട്. സ്വലാത്ത് ചൊല്ലുന്നവരുടെ ചുണ്ടിൽ മലക്കുകൾ ഇരിക്കും. അവരൊരു സ്വലാത്ത് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുമ്പോൾ മലക്കുകൾ അത് പൊതിഞ്ഞ് റൗളയിലേക്ക് കൊണ്ടുപോകും. ഇതുപോലെ തെറ്റും അങ്ങനെ തന്നെ. അത് നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ കൂടെയുള്ള നന്മ തിന്മ എഴുതുന്ന മലക്ക്, ഈ മലക്കുകൾ അവരെല്ലാം എഴുതി വെക്കുമെന്നാണല്ലോ. പക്ഷെ അവര് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ, മൂത്രമൊഴിക്കാനോ കാഷ്ടിക്കാനോ പോകുമ്പോൾ, ആവശ്യ നിർവഹണത്തിന് പോകുമ്പോൾ അവര് വരില്ല. അവര് ബാത്റൂമിലേക്ക് അഥവാ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് വരില്ല. കാരണം ആ നജസ് ഉള്ളത് പിശാചിന്റെ സ്ഥലം, അവിടത്തേക്ക് മലക്കുകൾ വരില്ല. എന്നാൽ ഒരാൾ ടോയ്ലറ്റിൽ കയറിയിട്ട് ഹറാം ചെയ്താലോ, വൃത്തികേട് വല്ലതും ചെയ്തു, മദ്യപിച്ചു, അങ്ങനെ എന്തെങ്കിലും, ചിലർക്ക് റെയിൽവേ സ്റ്റേഷനിലെ ടോയ്ലറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ട്രെയിനിലെ ടോയ്ലറ്റ് കണ്ടാൽ അവന്റെ അശ്ലീല സാഹിത്യങ്ങളൊക്കെ വരും. വൃത്തികേട് നല്ലാതെ ഒരു തെറ്റ് മാത്രമല്ല, ആരെല്ലാം ആ തെറ്റ് വായിച്ചിട്ട് വൃത്തികെട്ട ചിന്ത വരുന്നോ അല്ലെങ്കിൽ വെറുക്കുന്നോ അതിന്റെ ഒക്കെ ശാപം അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. വഴിയോരത്ത് മൂത്രമൊഴിക്കരുത് എന്ന ഹദീസും അതിന്റെ വ്യാഖ്യാനവും ഇതിനോട് ചേർത്ത് വായിച്ചാൽ മതി. അങ്ങനെ ഒരാൾ ടോയ്ലറ്റിൽ നിന്ന് തെറ്റ് ചെയ്താലോ, മലക്കൾ ടോയ്ലറ്റിലേക്ക് വന്നിട്ടുമില്ല,
അതെങ്ങനെ അറിയാം? അതിന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അയിമ്മത്ത് എഴുതി വെച്ചു, അതിന്റെ വാസന പുറത്തേക്ക് വരും. അപ്പോൾ മലക്കുകൾ അത് എഴുതി വെക്കും. തെറ്റിന് ദുർഗന്ധമുണ്ട് എന്നതിന്റെ ദലീല് പറഞ്ഞു എന്ന് മാത്രം. ഏറ്റവും വലിയ നാറ്റം, ദുർഗന്ധം ഉണ്ടാവുന്ന തെറ്റ് കളവ് പറയലും വൃത്തികെട്ട വ്യഭിചാര അത്യാദിയുള്ള അശ്ലീലങ്ങളും. അതാണ് വളരെ ദുർഗന്ധം ഉണ്ടാവുന്നത്. കളവ് പറയൽ അങ്ങനത്തെ ഒരു ദുരന്തം. തമാശക്ക് പോലും നമ്മൾ കളവ് പറയാൻ പാടില്ല. കിട്ടിയത് മുഴുവനും ഷെയർ ചെയ്യുന്നത് കളവ് പറയുന്നതിന്റെ ഒരു ഭാഗമാണ്. ഒരു മനുഷ്യൻ കളവ് പറയുന്നവനാവാൻ കേട്ടത് മുഴുവനും പറയുന്നവനായാ മതി എന്ന് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിൽ കാണാം. ഇതേപോലെയാണ് കിട്ടിയത് മുഴുവൻ ഷെയർ ചെയ്യൽ കളവ് പറയുന്നതിന്റെ ഭാഗമാണ്. തമാശക്ക് പോലും നമ്മൾ കളവ് പറയൽ, അത് മലക്കൾക്ക് വല്ലാത്ത വിഷമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലത്ത് 3 കൊല്ലത്തേക്ക് ചെങ്സ് ഉണ്ടാവും. ചെങ്ക് ബ്രോ HBD അല്ലേ ഉണ്ടാവും. +2 ഹയർ സെക്കൻഡറി കാലത്ത് 2 വർഷം. കുറച്ചു കാലം നമ്മളെ എങ്ങനെ പിരിയാൻ തോന്നില്ല എന്നുള്ള പറഞ്ഞാൽ 2 ആഴ്ച ഉണ്ടാവും, പിരിയാലും ചെയ്യും ഉറപ്പ്. എന്നാൽ നമ്മൾ ജനിച്ച മുതൽ മരിക്കണവരെ 10-65 കൊല്ലം ജീവിച്ച ആളാണെങ്കിൽ എല്ലാ കാലത്തും നമ്മുടെ സർവ്വസ്ഥലങ്ങളിലും കൂടെ വന്ന ആളാണ് ഈ മലക്കുകൾ. ഈ മലക്കുകളെ വെറുപ്പിച്ചിട്ട് ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയും? ഇവൻക്ക് തന്നെ അറിയാലോ ഇവന്റെ കൂടെ മലക്കുകൾ ഉണ്ട് എന്നും ഈ തെറ്റൊക്കെ കാണുന്നുണ്ട് എന്നും. അതാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നീ പേടിക്കണം മോനെ. എന്താ പേടിക്കേണ്ടത്? നിന്റെ കൂടെ 10-40 കൊല്ലം കൂടെ നടന്ന നിന്റെ 2 മലക്കുകൾ ആഖിറത്തിൽ നിന്നെ വഷളാക്കുന്ന തെറ്റ് നിന്നെ കുറിച്ച് എഴുതുന്നുണ്ടോ എന്ന് നീ പേടിക്കണം എന്ന് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ആഖിറത്തിൽ എന്ന് പറഞ്ഞാല് കിതാബ് കൊടുക്കുമ്പോ തെറ്റാണ് കൂടുതലെങ്കിൽ അയാൾക്ക് അപ്പൊ തന്നെ മനസ്സിലാവും ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇയാൾ കിതാബ് വാങ്ങൂല. എന്തേ? ഇടത്തെ ഭാഗത്തൂടെ കിതാബ് കൊടുക്കുമ്പോ ഇയാൾ വാങ്ങൂല. ഇയാളിങ്ങനെ കൈ ഇങ്ങനെ ബേക്കോട്ടേക്ക് വലിച്ച് എന്നെ കൊണ്ടാവൂല വാങ്ങാന്നായിട്ട് ഇങ്ങനെ കൈ വലിച്ച് കൈ ബേക്കോട്ടേക്കാകുമ്പോ ഇവിടുന്ന് അങ്ങോട്ട് കിതാബ് കൊടുക്കും, ബേക്കിലേക്ക് കൊടുക്കും. വായിക്കടാ, വായിപ്പിക്കും. ഇയാളങ്ങനെ വായിക്കാൻ തുടങ്ങി. അപ്പൊ ഇയാളെ തെറ്റിങ്ങനെ ഫോണിൽ ഹറാമ് കണ്ടു, അവനോട് ചാറ്റ് ചെയ്തു, അവളോട് ചാറ്റ് ചെയ്തു, അത് മോഷ്ടിച്ചു. ഇതിനെ കേൾക്കുമ്പോ ഉമ്മ ഒച്ചത്തിലാ വായിക്കല്. ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താവ് ഇങ്ങനെ ഭയങ്കര ആശ്ചര്യപ്പെടും. എല്ലാവരും അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാര്, മദ്രസയിൽ പഠിപ്പിച്ച ഉസ്താദ്, സ്കൂൾ പഠിച്ച ടീച്ചേഴ്സ്, എല്ലാവരും ഇങ്ങനെ അത്ഭുതം. ഇവനാ ഇത്രയും തമ്മാടിയാ, ഇയാൾ ഇത്രയും തെറ്റ്. പിന്നെ ഇയാൾക്ക് രഹസ്യം എന്ന് അറിയുന്ന ഒന്നും ഉണ്ടാവില്ല, എല്ലാം പരിശീലിച്ചിട്ടുണ്ട്. നാണക്കടവും എല്ലാരും കേൾക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കും, എല്ലാരും കേൾക്കും. ഇവന്റെ ജ്യേഷ്ഠൻ, ഭാര്യ, മക്കള്, സ്വന്തം മക്കള് വരെ പറയും. ചെറുപ്പക്കാരനായ ഉപ്പ ഇങ്ങനെ വായിക്കുമ്പോ ഹറാമ് കണ്ട ഉപ്പ എന്താ ഇത്? അപ്പോൾ ഇയാൾക്ക് പിന്നെ ഒറ്റ രക്ഷയുള്ളൂ. എന്താ രക്ഷ എന്നറിയോ? ഇയാള് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു കളവ് പറഞ്ഞോക്കാം, അത് അയാൾ ന്യായം ഇളക്കാൻ തുടങ്ങും. വായന നിർത്തുമ്പോ എന്താടാ വായിക്കാതെ? ഇക്ര കിതാബ്, നിന്റെ വായിക്കട കിതാബ്. അപ്പൊ ഇയാള് പറയും ഞാനിതൊന്നും ചെയ്തിട്ടില്ല, മലക്കൾ അടിച്ച് എഴുതി വെച്ചതാണ്. അപ്പോഴാണ് വായക്ക് സീലൊക്കെ കളവ് പറയുന്ന. അല്ലാണ്ട് മാഷറിൽ പോയപാട് സീലം വെക്കൂല. ഇവൻ കളവ് പറയാൻ ശ്രമിക്കുമ്പോഴാണ് സീലൂക്ക്. അപ്പൊ ബാക്കിനെ എന്താ ചെയ്യാ? ഇനിയുണ്ടല്ലോ കുറെ. തുടങ്ങും. കൈ സംസാരിച്ചിട്ട് ഈ 2 വിരലുകൾ പറയും ഞാനാന്ന് അധികം ക്ലിക്ക് ചെയ്യല്. ഈ വിരലിന് നമ്മൾ നോക്കി ദേഷ്യം പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഫോണിൽ ഹറാം ഇങ്ങനെ കാണുമ്പോ നമ്മൾ വിചാരിക്കും ഈ 2 വിരലിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യല്. ഇതിന്റെ മുഴുവൻ ദേഷ്യവും അവിടെ എത്തിയിട്ട് തീർക്കും. എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു, ഇയാൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്.
കാല് സാക്ഷി. ഞാൻ അങ്ങോട്ടേക്ക് പോയതെന്നും. ആദ്യം സംസാരിക്കുന്ന അവയവം വലത്തെ ഭാഗത്തെ തൊടയാണ്. ദുർറുൽ മൻസൂറിൽ കാണാം. ഒന്നാമത് അതാ സംസാരിക്കും. പിന്നെ കണ്ണ് സംസാരിക്കും, ചെവി സംസാരിക്കും. ഹെഡ്സെറ്റ് ആദ്യം ഹെഡ്സെറ്റ് ആയിരുന്നു. 2022 ശേഷം ബ്ലൂടൂത്ത് ആയത്. അങ്ങനെ 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 പോയി. മക്കളെ ഇതെല്ലാം കോടതിയിൽ പറയണം. എംപാപ്പല്ല ജീവിതം. നമ്മൾ മോമിനിങ്ങളാണ്. ഈടുന്ന് സുഖിക്കാനല്ല, സുഖം അവിടെയാണ്. നമ്മുടെ ജീവിതം നന്മയുള്ള ജീവിതമാണ്. ഏതെങ്കിലും ബൂട്ടിന്റെ അടിയിൽ പണയം വെക്കാനുള്ളതല്ല മോമിനീങ്ങളായ ചെറുപ്പക്കാരുടെ തല. നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം എന്ന് പറയുന്നത് ആഖിറത്തിലാണ്. ദുനിയല്ല, നമ്മൾ ആഖിറത്തിന്റെ മക്കളായി നമ്മൾ മാറണം. ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നവരല്ല, ഇത് കഷ്ടപ്പെടാൻ വന്നവരാണ്. ഏതെങ്കിലും സഖാഫിയുടെ ഭാര്യക്ക് പറഞ്ഞ നിയമമല്ല ഹിജാബ് എന്ന് പറയുന്നത്. മുസ്ലിമത്തായ സ്ത്രീക്ക് പറഞ്ഞ നിയമം. ഫാത്തിമ എന്ന് പേരിട്ടാൽ അങ്ങോട്ട് ഫാത്തിമയാവോ? ഇത് ഫാത്തിമ ബീവി വഫാത്തിന്റെ തലേരാത്രി വസിയത്ത് ചെയ്തത്, ഞാൻ നാളെ മരിച്ചാൽ രാത്രി ഖബറടക്കിയാൽ മതി. എന്തേ കാരണം? എന്നെ പൊതിഞ്ഞ കഫം പുട ഒരു അന്യ പുരുഷൻ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇതാ ഫാത്തിമ ബീവി കുപ്പ കൊടുത്ത ഏറ്റവും വലിയ ദീനി ബോധം എന്ന് പറയുന്നത്. ഡ്രോപ്പ് ചെയ്യലല്ല, അങ്ങാടിയിൽ പിക്ക് ചെയ്യലല്ല, നമ്മൾ പഠിക്കണം ദീൻ. ഇങ്ങനെ കൂടെ നടന്ന മലക്കുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്യുന്ന തെറ്റ് എന്ന് ഓർമ്മ വേണം. എട്ടാമത്തെ ദുരന്തം എന്താണ്? അന്നഹു ഖദ് അഹ്സനൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖബരിഹി. റൗളയിൽ കിടക്കുന്ന റസൂലുള്ളാഹിന്റെ ഖൽബിനെ വേദനിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ. റാബിയത്തുൽ അദവി റളിയല്ലാഹു അൻഹു ഒരു ദിവസം 400 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ഒരാൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്രയും റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം? സ്വർഗം കിട്ടാനാണോ? അല്ല. നരകത്തുനിന്ന് രക്ഷ അല്ല. പിന്നെ ഇത് കണ്ടിട്ട് എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റൗളയിൽ നിന്ന് ഹാപ്പി ആവാനാണ്. നമ്മൾ എന്താ അങ്ങനെ ചെയ്തത് തങ്ങൾക്ക് വേണ്ടിട്ട്? ബുഖാരി ഇമാം പറയുന്നുണ്ട്, എന്നോട് അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ ആഖിറത്തിൽ, അല്ല ബുഖാരി നീ എന്താണ് എനിക്ക് വേണ്ടി കാര്യമായിട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഞാൻ അള്ളാഹിനോട് പറയൂ, 10,000-ലധികം കിലോമീറ്ററുകൾ യാത്ര ചെയ്തിട്ട് 400-ലധികം ഉസ്താദുമാരെ കണ്ടെത്തിയിട്ട് 6 ലക്ഷത്തിലധികം ഹദീസുകൾ ശേഖരിച്ചിട്ട് 7,000 ഹദീസിലേക്ക് ചില്ലറ ഹദീസ് ചുരുക്കിയിട്ട് ഓരോ ഹദീസ് എഴുതുമ്പോഴും 2 റക്അത്തിന് വേണ്ടി വുളു എടുത്ത് കുളിച്ചു, സുഗന്ധം പൂശി അടിപൊളിയായിട്ട് 2 റക്അത്ത് ഇസ്തിഖാറത്ത് ഓരോ ഹദീസിനും വേണ്ടിയിട്ട് അങ്ങനെ നിസ്കരിച്ച് അത്രയും ഡബിൾ സുജൂദ് ചെയ്തിട്ട് 16 കൊല്ലം കൊണ്ട് നിലാ വെളിച്ചത്തിന്റെ ഫലത്തിൽ എഴുതിയ സഹീഹുൽ ബുഖാരി ഇതാ എന്ന് മറ്റേ അള്ളാഹ് കൊടുത്തു. എന്തൊക്കെ ഉണ്ടാ പറയാൻ അള്ളാഹിന്റെ അടുത്ത്? എന്തെങ്കിലും ഉണ്ടാ പറയാൻ അള്ളാഹുവിന്റെ അടുത്ത്? മനുഷ്യന്മാരെ നമ്മൾ മരിക്കാനായില്ലേ? ഇതുവരെ ജീവിച്ച അത്രയും കാലം ഇനിയും ജീവിക്കുമെന്നായിരിക്കും ഉറപ്പുണ്ട് നമുക്ക്. ഇപ്പം വയസ്സ് 20, ഇനി ഒരു 20 കൂടി ജീവിച്ചിട്ട് 40 ആവുന്നു. ഇതുവരെ ജീവിച്ചതിന്റെ പകുതി ജീവിക്കും നമുക്കായിരിക്കും ഉറപ്പുണ്ടാവും. നമ്മൾ മരണത്തിലേക്കല്ല എടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹാപ്പി ആവാന് ഡെയിലി 400 റക്അത്ത് നിസ്കരിച്ചിട്ട് റാബിയ ബീവി പറയണ വർത്താനം എന്താണെന്നറിയോ? എന്നിട്ട് റൗളയിലുള്ള തങ്ങൾ ബാക്കി അമ്പിയാക്കളോട് അർവാഹിന്റെ ലോകത്തുനിന്ന് പറയണം, അമ്പിയാക്കൾ എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പെണ്ണിന്റെ ഇബാദത്ത് നോക്ക്. അങ്ങനെ റസൂലുള്ളാഹിക്ക് എന്നെ കൊണ്ട് അഭിമാനം കൊള്ളണം. എൻ്റെ ചെറുപ്പക്കാരികളെ നമ്മളെ കൊണ്ട് റസൂലുള്ളാഹിക്ക് ഒരാൾക്കൊരു വർത്താനം പറയാൻ പറ്റും. കണ്ട ആ മോനെ കണ്ട ദീനി പ്രവർത്തനത്തിൽ ഓടുന്നു പറയണ്ടേ മോമിനികളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിക്കാനാണോ കാര്യമായിട്ട് ഈ ഭൂമിയിൽ നമ്മൾ മുസ്ലിമായിട്ട് ജീവിക്കണത്? റസൂലുള്ളാഹിനെ വേദനിപ്പിക്കാൻ. അല്ലെങ്കിൽ തന്നെ തങ്ങളെ കാലത്ത് 25-ലധികം തവണ വധശ്രമം നടന്നിട്ടുണ്ട് തങ്ങൾക്കെതിരെ. ത്വായിഫിന്ന് കാലെറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലെറിഞ്ഞ് പൊട്ടിച്ചു. എന്നിട്ട് ആ രക്തത്തിൽ തങ്ങൾ അങ്ങനെ എഴുന്നേൽക്കുമ്പോ അൽ മിനഹുൽ മക്കയിൽ കാണാം അവിടുത്തെ 2 ചെരുപ്പിന്റെ കളർ മാറിയിട്ട് ചുവന്ന കളറായി രക്തത്തിൽ കുളിച്ചിട്ട്.
അപ്പോഴെന്താ ശത്രുക്കൾ പിന്നെ കാത്തുക്കെന്നറിയാം. പിള്ളേരെ ബുദ്ധിമാന്ദ്യവും മറ്റും സംഭവിച്ച ഭ്രാന്തം പിള്ളേരെയും മറ്റു ചെക്കന്മാരെയും ഒക്കെ വരി വരിയായിട്ട് രണ്ട് സൊഫായിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ബൊക്ക കൊടുത്ത് സ്വീകരിക്കാനില്ല, ഭ്രാന്തെന്ന് വിളിക്കാന്. ലോകത്തൊരു മനുഷ്യനെ വിളിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചീത്ത ഭ്രാന്തെന്നുള്ളതാണ്. കള്ളുകുടി എന്നുള്ളതല്ല, വ്യഭിചാരി എന്നുള്ളതല്ല, ഭ്രാന്തൻ, ബുദ്ധിയില്ല. ഇനി തിരിച്ചെന്ത് പറഞ്ഞാലും ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ് എന്ന അർത്ഥമാണ് ഈ ഭ്രാന്ത് എന്നുള്ള ചീത്ത വിളിന്റെ അർത്ഥം. ആ വിളിയും തങ്ങൾ കേട്ടു. ഏത് വിളി? ഭ്രാന്ത് എന്നുള്ള വിളി. ആര് കേട്ടു? ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ കേൾക്കേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10 ദിവസം മുന്നേ അർത്ഥ ഒട്ടകത്തിന്റെ ശരീരഭാഗങ്ങളിലെ പലതും കൊണ്ടിട്ടു അവിടുത്തെ ശരീരത്തിൽ. പാവം നേതാവിന് തല അനക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ? ഉഖബത്ത് ബിൻ അബീ മുഈത്ത് എന്ന ദുഷ്ടൻ ഒരു മുണ്ട് കുരുക്കിയിട്ട് ബേക്കി പോയിട്ട് റസൂലുള്ളാഹിന്റെ കഴുത്തിലിട്ടിട്ട് മുറുക്കി കൊല്ലാൻ നോക്കി. ഇല്ലേ? ഇങ്ങനെയെല്ലാം വിഷമിപ്പിച്ചിട്ടില്ലേ തങ്ങളെ ശത്രുക്കള്? എന്നിട്ട് തങ്ങൾ ശത്രുക്കളോട് എന്താ തിരിച്ച് ചെയ്തത്? എന്താ തങ്ങൾ ചെയ്തത്? ആരെങ്കിലും തങ്ങൾ ഉപദ്രവിച്ചോ? ആരെങ്കിലും അവിടുന്ന് പ്രയാസപ്പെടുത്തിയോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിന് ഏറ്റവും കൂടുതൽ വിഷമുണ്ടായ ഒരു സന്ദർഭമുണ്ട്. ഏതാ? ഹംസ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട സന്ദർഭം. ഹംസ റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ അത്രയും വലിയ ഇഷ്ടക്കാരനാണ്. ഉഹദിൽ ഹംസ റളിയല്ലാഹു സജീവമായി പോരാട്ടം നടത്തുമ്പോൾ പെട്ടെന്ന് ഹിന്ദ ഏൽപ്പിച്ചിട്ട് വഹ്ശി ചാട്ടൂളി എറിഞ്ഞു. ഹംസ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ തറച്ചിട്ട് ഹംസ റളിയല്ലാഹു അവിടെ വീണുപോയി. ഉടനെ ശത്രുക്കൾ ഓടി വന്ന് എന്തിന്? ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ടിയിട്ട് ഹംസ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ പോയി ഇരുന്നിട്ട് തല അറക്കാൻ തുടങ്ങി. ജീവനോടെ തല അറക്കാൻ ഒരു ബലിമൃഗത്തെ പോലെ കത്തിയെടുത്തിട്ട് ആ സമയത്ത് കഴുത്തിൽ കത്തി വെച്ചിട്ട് ഒരൊറ്റ വലി, എന്നിട്ട് വയറ് കീറി. രണ്ട് ഭാഗത്ത് ശത്രുക്കൾ നിന്നിട്ട് വയറ് പൊളിച്ചു. എന്നിട്ട് കരളെടുത്തിട്ട് ചവച്ച് തുപ്പി ഹിന്ദു. ഈ കാഴ്ച കണ്ടിട്ട് റസൂൽ കരഞ്ഞു പോയി. അവിടുന്ന് പറയാ, യാ ഹംസ, എന്താ ഇങ്ങനെ? എന്താ എന്റെ മുത്ത് തങ്ങളെ ഇങ്ങനെ? യാ അമ്മൽ മുസ്തഫ, എന്റെ ഇളയപ്പല്ലേ ഈ കിടക്കണത്? അടുത്ത വർത്താനം നോക്കണം. യാ കാശിഫൽ കുർബാത്, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ പരിഹരിക്കേണ്ട ആളല്ലേ ഈ കിടക്കണത്? ഇനി ആരാ ഉള്ളത്? അവിടെ ഇങ്ങനെ കരയുകയാ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇത്ര അധികം തങ്ങൾ കരഞ്ഞു പോയൊരു സന്ദർഭം ഞാൻ കണ്ടിട്ടില്ല. ആ ഹംസ തങ്ങളെ കൊന്ന വഹ്ശി തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നപ്പോ തങ്ങൾ എന്താ പറഞ്ഞു? സ്വീകരിച്ചില്ലേ? ഇതിന് നേതൃത്വം നൽകി പ്ലാൻ ചെയ്തത് ആരാ? ഹിന്ദ് എന്ന പെണ്ണ. ആ പെണ്ണെപ്പോഴാ ഇസ്ലാമിലേക്ക് വരുന്നത്? മക്കം ഫതഹിന്റെ അന്ന. എല്ലാരും ഇങ്ങനെ വന്ന് പെണ്ണുങ്ങൾ മറന്റെ അപ്പുറത്താ. പെണ്ണുങ്ങളെ ഡയറക്റ്റ് കാണൂലല്ലോ. എന്നിട്ട് പെണ്ണുങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ സ്വീകരിക്കേണ്ട നടപടി തങ്ങൾ വിശദീകരിക്കുക. മറന്നിപ്പുറത്ത് ഒന്നാമത് പറഞ്ഞു, അല്ല യുശ്രികുന ബില്ലാഹ്, ശിർക്ക് ചെയ്യാൻ പാടില്ല ഇസ്ലാമിലേക്ക് വന്നാൽ. അപ്പൊ ഒരു പെണ്ണപ്പുറത്ത് നിന്ന് അതെന്തിനാ പറയേണ്ട ആവശ്യം? ശിർക്ക് ചെയ്യാത്തോണ്ട് തന്നെ ഇസ്ലാമിലേക്ക് വരുന്നത്. അതിന് പിന്നെ കാര്യമായിട്ട് പറയുന്നത് അങ്ങനെ. എന്നാ അടുത്ത പറയാം, കുട്ടികളെ കൊല്ലരുത്. നമ്മളെ കുട്ടികളെ കൊല്ലോ? നിങ്ങൾ എന്തിനാ കാര്യമായിട്ട് ഇങ്ങനത്തെ നിബന്ധനയൊക്കെ പറയണത്? റസൂലുള്ളാഹി പറയുന്നതിനല്ല ട്രോള്. അടുത്തത് മോഷണം നടത്താൻ പാടില്ല കേട്ടോ. ഇസ്ലാമിലേക്ക് വന്നാൽ പാടില്ല. നമ്മൾ വേറെ ആളെ സ്വത്ത് മോഷ്ടിക്കാൻ നമുക്ക് എന്താ പൈസ ഇല്ലേ? പണമില്ലേ? അടുത്തത് തങ്ങൾ പറഞ്ഞു, മക്കളെ കൊല്ലരുത്. നമ്മളെ മക്കളെ കൊല്ലൂ. പെണ്ണുങ്ങളെ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് വീണ്ടും, നമ്മളെന്താ വ്യഭിചരിക്കാൻ? അടിമ പെണ്ണുങ്ങളാ? ഏതെങ്കിലും ആളെടുത്ത് പോയിട്ട് കിടക്കാൻ? നമ്മൾ സ്വതന്ത്രരായ പെണ്ണുങ്ങളല്ലേ? റസൂൽ ചോദിച്ചു, ഇതെന്താ ഞാൻ പറയുന്നതിന്റെ അല്ലേ എതിര് കളിയാക്കുന്നു? ആരാണ് ഇത്? ഹിന്ദാണോ? അതെ, ഹിന്ദ് തന്നെയാണ്. എന്തേ? ഞാൻ ഇസ്ലാം വന്നാൽ സ്വീകരിക്കൂലേ? പാവം മുത്ത് തങ്ങൾ പറഞ്ഞു, സ്വീകരിക്കും. ഈ വന്നാലും സ്വീകരിക്കും. ഈ തങ്ങൾ എത്രത്തോളം അവിടുത്തെ ജീവിതത്തിൽ വിഷമിച്ചു. ഇനി അവിടുത്തെ വഫാത്തായിട്ട് ഈ ലോകത്തുള്ള മനുഷ്യന്മാരെല്ലാം തങ്ങൾ സമാധാനത്തോടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞാ ഇല്ല. തങ്ങളെ കളിയാക്കാൻ യുക്തിവാദികൾ ഇപ്പൊ സജീവല്ലേ? സ്ത്രീലമ്പടൻ എന്നിട്ട് കളിയാക്കുന്നില്ലേ? തങ്ങളെ ട്രോളുന്നവരില്ലേ? മുഅ്മിനായി നടക്കുന്നവര് തന്നെ
തങ്ങളുടെ ഉപ്പയും ഉമ്മയും കാഫിറാണെന്നും നരകത്തിലാണെന്നും പറയുന്നവരില്ല. മുസ്ലിമായിട്ട് നടക്കുന്നവരെന്നെ ഇല്ലേ? നമ്മൾ ഉപ്പ കള്ളൂടിയനാന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും. ഇത് കാഫിറാന്നല്ലേ പറഞ്ഞത്? ആരെ കുറിച്ചിട്ട്? ഉമ്മാനെ കുറിച്ച്. ഏതുമ്മാന? ആമിന ബീവിനെ കുറിച്ച്. ആരാണ് ഈ ആമിന ബീവി? റസൂലുള്ളാഹിനെ അത്രയും മാസം വയറ്റിൽ വെച്ച് ജീവിച്ച പൊന്നുമ്മാനെ കുറിച്ച്. റസൂലുള്ളാഹിന്റെ ഉമ്മയല്ലേ ആമിന ബീവി? ആ ആമിന ബീവി ഗാഫറത്താണ്, നരകത്തിലാന്ന് പറയുന്നവർ മുസ്ലിമായിട്ട് നടക്കുന്നവർ തന്നെ ഇല്ലേ? ആ തങ്ങളെ വിഷമിപ്പിക്കാൻ ഇനി സുന്നികളും ഇറങ്ങണോ? വേണോ? നമ്മൾ ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അവിടുത്തെ ഖൽബാണ് വേദനിക്കുന്നത് എന്ന ചെറിയൊരു മഹബത്തിന്റെ ചിന്ത ഉണ്ടെങ്കിൽ നമ്മളൊരു ഹറാമും കാണൂല, നമ്മളൊരു ഹറാമും ചെയ്യൂല, നമ്മളൊരു തെറ്റിനും കൂട്ടു നിൽക്കൂല. എട്ടാമത്തെ അബദ്ധം, അന്നഹു അശ്ഹദ അലാ നഫ്സിഹി. മോനെ, നീ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ചുറ്റുവട്ടത്തുള്ള എല്ലാവരും നിനക്ക് എതിര് സാക്ഷി നിൽക്കുന്നു. വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി എല്ലാം ആഖിറത്തിലേക്ക് പുറത്തേക്ക് ഇടും എന്ന് പറഞ്ഞാൽ, നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ആ തെറ്റ് ചെയ്യുമ്പോൾ കിടന്ന കട്ടിള, ബെഡ്ഷീറ്റ്, ബെഡ്, അവിടുന്ന് ഓഫാക്കിയ സ്വിച്ച്, അതിലുപയോഗിച്ച സ്വിച്ച് ബോർഡ്, വാതില്, ഡോറ്, കുറ്റി, ആരും കാണാതിരിക്കാനിട്ട കുറ്റി അടക്കം എതിര് സാക്ഷി. ഫർള് ഒരു സ്ഥലത്ത് നിസ്കരിച്ചാൽ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മാറണം എന്ന് പറയണത് എന്തിനാ? രണ്ട് സ്ഥലവും സാക്ഷിക്കാനാണ്. ഇതേപോലെ നമ്മൾ ചെയ്ത എല്ലാ തെറ്റും ആ സ്ഥലങ്ങൾ എതിര് സാക്ഷി. 10 അന്നഹു ഖാന ജമീഅൽ ആദമീന വഅസാ റബ്ബൽ ആലമീൻ. നീ എല്ലാ മുഅ്മിനീങ്ങളെയും വഞ്ചിച്ചിട്ട് അള്ളാഹുവിനോട് ധിക്കാരം ചെയ്യുകയാണെന്ന് ഓർമ്മ വേണം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളില്ലാത്ത ജീവിതം നയിച്ചാൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റും. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകും. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ. ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറ, അവിടുത്തെ ബർക്കത്തുകൊണ്ട് തഖ്വ ഉള്ള ഒരു ജീവിതം, ആരെയും വെറുപ്പിക്കാത്ത ജീവിതം നയിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ബഖ്തിയാർ കഅക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനാണ്. ആ മഹാൻ പറയുന്നുണ്ട്, 20 കൊല്ലം ഞാൻ ഖാജ തങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരു തെറ്റും അവിടുത്തെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഒരാളെയും അവിടുന്ന് വിഷമിപ്പിച്ചിട്ടില്ല. അവിടുത്തെ സ്വഭാവം അത്രയും മനോഹരമായ സ്വഭാവമായിരുന്നു. നമ്മുടെ കൂടെ 10-36 കൊല്ലം ജീവിക്കുന്ന നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, അവരെ വിഷമിപ്പിക്കരുത്. അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അവരെയാണ് നമ്മൾ മഹബത്ത് വെക്കേണ്ടത്. ഇതുവരെ പറഞ്ഞതൊക്കെ തെറ്റിന്റെ ഗൗരവമാണ്. 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനുള്ള സിമ്പിളായ ഒരു കാര്യം, ഒന്ന് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കലാണ്. അതിനേക്കാൾ ദോഷം പൊറുക്കാൻ എളുപ്പമായ വേറെ മാർഗമില്ല എന്ന് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ദോഷങ്ങൾ പൊറുക്കാൻ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കൽ. രണ്ടാമത്തത്, മുഅ്മിനീങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ഇടപെടൽ. മൻ മശാലി ഹാജത്തി അഖീഹിൽ മുസ്ലിം, ഒരു മുഅ്മിന്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി നടന്നാൽ, മനുഷ്യ സ്നേഹിയായി നമ്മൾ ജീവിച്ചാൽ, ഹദീസിൽ കാണാം, ഗുഫറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. നീ ജീവിതത്തിൽ ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കും. വരാനിരിക്കുന്ന കാലം നല്ല ജീവിതം അല്ലാഹു നൽകുകയും ചെയ്യും. നമ്മളൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. അതാണ് നമ്മുടെ സാന്ത്വനം, അതാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനം. നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊരു കുടുംബക്കാരുടെ, ഒരു സുഹൃത്തിന്റെ രോഗം കാണാൻ വേണ്ടി പോയി. രോഗിയുടെ അടുത്ത് നിന്നിട്ട്, ഞാൻ പോകാണ് ഉമ്മാമ, മുത്താപ്പ ഞാൻ പോവാണ്, ഉപ്പാപ്പ ഞാൻ പോവാണ്. എന്താ മോനെ നീ പെട്ടെന്ന് പോണത്? മോളെന്താ പെട്ടെന്ന് പോണത്? അപ്പൊ ഈ മോൻ പറയാണ്, പള്ളിയിൽ ജമാഅത്ത് തുടങ്ങും, ഇപ്പം ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഉപ്പാപ്പ, മോൻ ഇവിടെ കുറച്ച് നിൽക്കുമെന്തോ എനിക്ക് സുഖമാകുന്ന പോലെ ഉണ്ട്, പനി കുറയുന്ന പോലെ ഉണ്ട്, എന്തോ ഒരു സമാധാനമുണ്ട്. അവിടെ എന്താ ഇസ്ലാമിന്റെ നിയമം എന്നറിയോ?
ആ രോഗിയെ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സമാധാനിപ്പിക്കലാണ് ഇപ്പോൾ നീ ജമാഅത്തിന് പോകുന്നതിനേക്കാൾ അഫ്ളലെന്ന് ആര് പറയുന്നു? ഖാത്തിമത്തുൽ മുഹഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജിൽ എഴുതി വെക്കുകയാണ്. സാന്ത്വന പ്രവർത്തനത്തിന് അത്രയും വലിയ പ്രതിഫലമുണ്ട്. നൂറുകണക്കിന് മുഅ്മിനീങ്ങളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുമ്പോൾ, അതിന് മീറ്റിംഗ് കൂടുമ്പോൾ അതിന്റെ കൂലി ചില്ലറല്ല. അതാണ് ഒരു മുഅ്മിനിന്റെ ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ മദീനത്തെ പള്ളിയിൽ നിന്ന് തവാഫ് ഒഴിവാക്കിയിട്ട് പോവുകയാണ്. ഒരാൾ ചോദിച്ചു, എന്താ ഉസ്താദ് തവാഫ് ഒഴിവാക്കിയിട്ട് എന്തിനാ പോണത്? മദീനത്തെ പള്ളിയിൽ നിന്ന് ഇത്തികാഫ് ഒഴിവാക്കി, മക്കത്തെ പള്ളിയിൽ നിന്ന് തവാഫ് ഒഴിവാക്കി. മഹാന്മാരുടെ ചരിത്രത്തിന്റെ ആറ്റിക്കുറിച്ച് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞത് ഇവിടുന്ന് തവാഫ് ചെയ്യുന്നതിനേക്കാൾ, ഈ മദീനത്തെ പള്ളിയിൽ ഇത്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ കൂലി ഒരാളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കലാണ്. നമ്മളൊന്നും ഒറ്റയാവാതെ ഒരാശയമായി ജീവിച്ച് ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി ദീനീ പ്രവർത്തകരായി മാറണം. അതാണ് ഖാജാ തങ്ങളുടെ ജീവിതം. അതുകൊണ്ടാണ് അവർ ഗരീബ് നവാസായി, പാവങ്ങളുടെ അഭയകേന്ദ്രമായി മാറിയത്. അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ബാക്കി പലരുടെയും ആവശ്യങ്ങൾ അയാൾ മുഖേന നിർവഹിക്കപ്പെടുമെന്ന് ഹദീസിൽ കാണാം. ഒരൊറ്റ ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. മഹാനായ ഖാജാ തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണ് ബഖ്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു. ദഹ്ലവി എന്ന് പറഞ്ഞാൽ ഡൽഹിക്കാരൻ, പേര് ബഖ്തിയാർ എന്ന. കാക്കി എന്ന് പേര് വരാൻ കാരണം വീട്ടിൽ വല്ലാതെ ദാരിദ്ര്യം വന്നാൽ മക്കള് കരയാണെങ്കിൽ വിരല് കൊണ്ട് ഇഷാറത്താക്കി അവിടുന്ന് കേക്ക് കൊടുത്ത് കറാമത്തിലൂടെ അത് സംഭവിച്ചു എന്നതുകൊണ്ടാണ് കാക്കി എന്ന് പേര് വന്നത്. ആ മഹാനായ ബഖ്തിയാർ കാക്കി ദഹ്ലവി തങ്ങൾ എല്ലാ ദിവസവും ആയിരക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്ന മഹാനാണ്. 3 ദിവസം കല്യാണ തിരക്കിൽ സ്വലാത്ത് മുടങ്ങിപ്പോയി. അപ്പോഴാണ് ബക്കർ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന പണ്ഡിതൻ വന്നിട്ട് പറയാണ്, നിങ്ങൾ സ്ഥിരം ചൊല്ലുന്ന സ്വലാത്ത് കിട്ടുന്നില്ലെന്ന് പരാതി വന്നിട്ടുണ്ട്. ആരാ നിങ്ങളോട് പറഞ്ഞത്? റഅയ്തുൽ ബാരിഹ, ഞാൻ ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. തങ്ങൾ പറഞ്ഞു, സ്ഥിരം ചൊല്ലുന്ന സ്വലാത്ത് ബഖ്തിയാറിന്റെ അടുത്ത് നിന്ന് കിട്ടിയില്ലല്ലോ 3 ദിവസമായിട്ട്. ഇത് കേട്ടപ്പോൾ മഹാൻ കരയുകയാണ്. ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിത്തീർക്കുകയാണ്. നമ്മൾ ചൊല്ലിയാലെന്ത്, ചൊല്ലിയില്ലെങ്കിൽ എന്ത്, ആർക്കും പരാതിയില്ല. എന്താ കാരണം? നമ്മൾ റസൂലുള്ളാഹിനോട് കോണ്ടാക്ട് ആക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം. നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവണം. അവിടുന്ന് വേഗം സ്നേഹിക്കും. നമ്മൾ ധാരാളം സ്വലാത്തല്ല. അവിടത്തേക്കുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മൾ കൊടുക്കുന്നത് സ്വലാത്ത്. അവിടത്തോടുള്ള വുസ്ലത്താണ്, സ്പെഷ്യൽ കോണ്ടാക്ട് ആണ് സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലുന്നവർ സിറാത്ത് പാലത്തിലൂടെ നടക്കുമ്പോൾ ആ സ്വലാത്ത് വെളിച്ചായിട്ട് വരും. സിറാത്ത് പാലത്തിലൂടെ നടക്കുമ്പോൾ അയാൾ വീഴാനിരിക്കുമ്പോൾ സ്വലാത്ത് അയാളെ കൈ പിടിച്ച് രക്ഷപ്പെടുത്തും. ഖബറിലെത്തുമ്പോൾ സ്വലാത്ത് വെളിച്ചമാണ്, ഹൃദയത്തിൽ വെളിച്ചമാണ്. എവിടെല്ലാം ഇരുട്ടുണ്ടോ അവിടെ മുഴുവൻ വെളിച്ചമാണ് സ്വലാത്ത്. സ്വലാത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇമാമിങ്ങൾ എഴുതി വെക്കുകയാണ്. മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീ സ്വർഗത്തിലെത്താൻ വേണ്ടി കഷ്ടപ്പെട്ടതും നിനക്ക് വേണ്ടി അധ്വാനിച്ചതും ഈ ഉമ്മത്തിന് വേണ്ടി അധ്വാനിച്ചതൊക്കെ പഠിച്ചാൽ നിനക്കെന്നെ ബോധ്യവും. എന്ത്? ഞാന് എൻ്റെ ജീവിതത്തിലെ മുഴുവൻ ശ്വാസോച്ഛ്വാസത്തിലും സ്വലാത്തില്ലാലും റസൂലുള്ളാഹിനോടുള്ള കടപ്പാട് തീരൂല. അത്രയും സ്വലാത്തല്ലാണ് നമ്മൾ. ധാരാളം സ്വലാത്തില്ലെന്ന അഹ്ലുകാരാവണം. സുന്നത്ത് ജമാഅത്തുകാരുടെ അടയാളമാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കലെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുള്ളയുടെ അദ്ദുറുൽ മൻലൂദ് ഫി സ്വലാത്തി വസ്സലാമി അലാ സ്വാഹിബി മഖാമിൽ മഹ്മൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ കാണാം. ധാരാളം സ്വലാത്ത് എല്ലാം നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.